ഈ കുട്ടി കഴിഞ്ഞ 5 വർഷമായിട്ട് ഒരു കുളത്തിലാണ് ജീവിക്കണമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കോ? പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിലെ 16 വയസ്സുകാരനായ ഇക്ബാൽ ഷെയ്ഖിന്റെ ജീവിതമാണോ ഇത്? ഇത് അവന്റെ ആഗ്രഹം വേൾഡ് റെക്കോർഡ് നേടാനുള്ള ശ്രമം ഒന്നുമല്ല. വെള്ളത്തിൽ നിന്ന് പുറത്തു വന്നാൽ ശരീരത്തിൽ അസഹ്യമായ നീറ്റൽ അനുഭവപ്പെടുന്ന അപൂർവമായിട്ടുള്ള ഒരു രോഗം ബാധിച്ചിരിക്കുകയാണ് അവനെ. അതുകൊണ്ട് തന്നെ മണിക്കൂറുകളോളം, ചിലപ്പോൾ ദിവസങ്ങളോളം വെള്ളത്തിൽ തന്നെ കഴിയേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ട്. ഭക്ഷണം കഴിക്കുന്നത് പോലും വെള്ളത്തിൽ നിന്നാണ്. ഓടിക്കളിച്ച് നടക്കേണ്ട പ്രായത്തില് അവന്റെ ലോകം ഒരു കുളത്തിലേക്ക് ചുരുങ്ങിപ്പോയില്ലേ. വെള്ളത്തിൽ അങ്ങനെ നിൽക്കൊണ്ട് തന്നെ അവന്റെ സ്കിന്നിന് ഒരുപാട് കേടുപാടുകളും സംഭവിച്ചു. ഇക്ബാലിന്റെ ഈ അവസ്ഥയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി. കൂടുതൽ ആളുകളിലേക്ക് അതെത്തി. പക്ഷെ അവന്റെ ജീവിതത്തിലേക്ക് ഒരാൾ കൈത്താങ്ങാവാൻ പിന്നെയും സമയമെടുത്തു. ഒടുവില് ഈ വിവരം ആനന്ദ് അംബാനിയുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അവിടെ നിന്നാട്ടോ കാര്യങ്ങളൊക്കെ മാറിയത്. ഇക്ബാലിനെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർമാരുടെ ഒരു സംഘം അവന്റെ ഗ്രാമത്തിലെത്തുന്നുണ്ട്. വിദഗ്ധ ചികിത്സക്കായിട്ട് മുംബൈയിലേക്കായിട്ട് അവനെ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. 5 വർഷമായിട്ട് ഒരു കുളത്തിൽ ചുരുങ്ങിപ്പോയ ഒരു ജീവിതത്തിന് പ്രതീക്ഷയുടെ കവാടം തുറക്കുക കേട്ടോ. പണം ഒരാൾക്ക് ഉണ്ടാകുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ആ പണം കൊണ്ട് മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷയും വെളിച്ചം ആകാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അതിനോളം വരൂലല്ലേ ഒന്നും. ആ 16-കാരനിൽ പ്രതീക്ഷയുടെ തീനാളം കൊടുത്തിയ ആനന്ദ് അംബാനിക്കും ജനങ്ങളിലേക്ക് എത്തിച്ച അവിടെ ഉണ്ടായിരുന്ന ബ്ലോഗേഴ്സിനും ചികിത്സക്ക് കൈത്താങ്ങാവുന്ന ഓരോ മനുഷ്യർക്കും ഒരു വലിയ ബിഗ് സല്യൂട്ട്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ചുറ്റും സഹായം ആവശ്യമുള്ള ഒത്തിരി പേരില്ലേ, കഥകൾ പറയാൻ പോലും മടിക്കുന്ന ആളുകൾ. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തിന് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന പ്രതീക്ഷയാണല്ലേ.